സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ അയ്യോ എൻ്റെ കാളിയെ. എഴുതിയത് ഫ്രാൻസിസ് നൊറോണ. അയ്യമ്പിള്ളിക്കുന്ന് കയറുമ്പോഴേ പേങ്ങൻപാറ പോലീസ് സ്റ്റേഷൻ കാണാം. ചുറ്റുമതിലിൽ ഒരു കാളവണ്ടിയുടെ ചിത്രമുണ്ട്. ഇലപ്പച്ചയും ചെങ്കല്ലും ചാലിച്ച് ആരോ വരച്ചതാണ്. കാളക്കണ്ണിലെ ജീവൻ്റെ പിടപ്പ് ഇപ്പോഴും മങ്ങിയിട്ടില്ല. സ്കൂളിലേക്ക് പോകുന്ന വഴി ഞാനതങ്ങനെ നോക്കി നിൽക്കും. മിക്കപ്പോഴും ഒന്നും സംഭവിക്കാറില്ല. എന്നാൽ ചില ദിവസങ്ങളിൽ കാളകൾ പതുക്കെ ചലിച്ചു തുടങ്ങും. ചെവിയാണ് ആദ്യമാടുക, തുടർന്ന് വാലും. കസവുമുണ്ടുടുത്ത വണ്ടിക്കാരൻ്റെ കുപ്പായത്തിന് കാറ്റു പിടിക്കുന്നതോടെ ചരിവിറങ്ങി ഞാൻ സ്കൂളിലേക്ക് ഓടും. ക്ലാസ്സിലെത്തിയാലും നെഞ്ചിടിപ്പ് താഴാണ്ട് നിൽക്കും. വരച്ചിടുന്ന ചിത്രങ്ങളിൽ നിന്നും ചിലതെല്ലാം ചലിക്കുന്നത് പോലെ എനിക്ക് തോന്നിത്തുടങ്ങിയത് 4ൽ പഠിക്കുമ്പോഴാണ്. ഈ വല്ലിയിൽ നിന്നും ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ ചൊല്ലുന്നതിനൊപ്പം ഞാനന്ന് കുമ്പിട്ട് വരയ്ക്കുന്നുമുണ്ടായിരുന്നു. ചായം തേച്ചു നിവർന്നതും കൂട്ടത്തിൽ നിന്നൊരെണ്ണം ചിറകടിച്ചുയർന്നു. ആരോടെങ്കിലും പറയാതെ വയ്യ. അടുക്കളയിലേക്കാണ് ഓടിച്ചെന്നത്. കുപ്പച്ചീര വെടിപ്പാക്കിക്കൊണ്ടിരുന്ന അമ്മയ്ക്ക് അതൊന്നും കേൾക്കാനുള്ള നേരമില്ലായിരുന്നു. പിന്നീടങ്ങനെ പലതും കണ്ടു. അതിലൊന്നായിരുന്നു പേങ്ങൻപാറ സ്റ്റേഷൻ്റെ ചുമർക്കാഴ്ച. പേങ്ങൻപാറ പോലീസ് സ്റ്റേഷൻ്റെ പരിസരം നിറയെ ചിതൽപുറ്റുകളാണ്. സൂക്ഷിച്ചു നോക്കിയാൽ പുറ്റുകൾക്കിടയിലൂടെ പടം പൊഴിച്ചു പോയ മൂർഖന്മാരുടെ പാമ്പുറകൾ കാണാം. മണലു കയറ്റിയ ടിപ്പറും തുരുമ്പിച്ച 2 വീലറുകളുമാണ് പിന്നാമ്പുറത്ത് കിടന്നിരുന്നത്. ടിപ്പറിൽ നിറച്ചിരുന്ന മണ്ണിനുമീതെ മഴക്കാലത്തൊരു പുളിമരം കിളിർത്തു വന്നിരുന്നു. ഇപ്പോഴത് വളർന്ന് ചില്ല വിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടിപ്പറിനെ തുളച്ച് മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് അതിൻ്റെ വേരുകൾ ആഴ്ന്നു പോയിരുന്നു. മെലിഞ്ഞു പൊക്കമുള്ള പാറാവുകാരനാണ് എല്ലാറ്റിനും കാവൽ. എല്ലാ കാലത്തിനും അതീതനായ ഒരുവനെ പോലെയാണ് അയാൾ അവിടെ തോക്കും പിടിച്ച് നിന്നിരുന്നത്. അനക്കമറ്റ അയാളുടെ നിൽപ്പും അതിനോട് മെരുങ്ങുന്ന സ്റ്റേഷനും വാട്ടർ കളറിൽ ഞാൻ വരച്ചിട്ടുണ്ട്. അതു കണ്ടിട്ടാണ് പാപ്പൻ എനിക്ക് ചായക്കൂട്ടുകൾ വാങ്ങാനുള്ള പൈസ തന്നു തുടങ്ങിയത്. കാളവണ്ടി ചിത്രത്തെക്കുറിച്ച് ആദ്യം എന്നോട് സംസാരിക്കുന്നത് പാപ്പനാണ്. പാപ്പൻ എൻ്റെ അപ്പൂപ്പനാണ്. ശരിക്കുമുള്ള പേര് ഭൈരവൻ. കുഞ്ഞിലേ മുതൽ ഞാൻ അദ്ദേഹത്തെ പാപ്പൻ എന്ന് വിളിച്ചുപോയി. മൂപ്പർക്ക് ആ വിളി ഇഷ്ടവുമായിരുന്നു. പൊക്കം കുറഞ്ഞ് മസിൽ പെരുക്കമുള്ള ആളായിരുന്നു. മുടി നീട്ടി വളർത്തും. മുറ്റത്ത് തീയും കാഞ്ഞിരിക്കുമ്പോഴാണ് ഓരോന്ന് പറയുക. പാപ്പൻ്റെ സംസാരത്തോടൊപ്പം ആഴിയിലെ കനലുകൾ ഇടയ്ക്കിടെ പൊട്ടും. തീ ചൂടും പറ്റി ശ്രദ്ധയോടെ ഞാൻ അതെല്ലാം കേട്ടിരിക്കുമായിരുന്നു. ശ്രദ്ധയാണ് എല്ലാറ്റിൻ്റെയും മൂലമെന്ന് പാപ്പൻ പറയും. വരയ്ക്കുന്നവന് ആദ്യം വേണ്ടതും അതുതന്നെയാണ്. പിന്നീട് ചായക്കൂട്ട് ഉപകരിക്കൂ. കാളി പൂജയ്ക്കുള്ള തറ പാപ്പനാണ് ഒരുക്കിയിരുന്നത്. കുരുത്തോല ചാർത്തിനൊപ്പം കളം നിറയെ ചുവപ്പും കറുപ്പും നിറയും. കരിങ്കാളിയുടെ ദേഹം കരിനീലയാണ്. കുന്നിൻമോളിലുള്ള പ്രത്യേകതരം കല്ലുകൾ പൊടിച്ചാണ് കാളിക്കു വേണ്ടുന്ന നിറക്കൂട്ട് പാപ്പൻ തയ്യാറാക്കിയിരുന്നത്. ഞാൻ ഇതുവരെ അത്തരം കല്ലുകൾ ശേഖരിക്കുന്ന പാറയിടുക്കുകൾ കണ്ടിട്ടില്ല. എന്നെ ഒരിക്കൽ അവിടേക്ക് കൊണ്ടുപോകാമെന്ന് പാപ്പൻ വാക്കു തന്നിട്ടുണ്ട്. ഈയിടെയായി പാപ്പൻ ഇടയ്ക്കിടെ സ്ഥലകാല ബോധം നഷ്ടപ്പെടും. ചിലപ്പോൾ കൊച്ചുനാളിലെ ഓർമ്മകളിൽ നിന്നാവും മൂപ്പര് സംസാരിക്കുക. മറ്റു ചിലപ്പോൾ വരാനിരിക്കുന്ന ഏതോ കാലത്തിലേക്ക് എത്തിയതുപോലെയാവും പേച്ച്. അദ്ദേഹത്തിന് ഏതു കാലത്തിലേക്കും സഞ്ചരിക്കാനുള്ള കഴിവുണ്ടെന്ന് ഞങ്ങളുടെ കൂട്ടര് പറയുമായിരുന്നു. ഈ ആണ്ടത്തെ മഴക്കെടുതിയും കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ കുടുക്കയും പൊട്ടിച്ചോണ്ട് പാപ്പൻ എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. കൈക്കുള്ളിൽ പാപ്പൻ ചേർത്തു പിടിച്ച നാണയങ്ങൾക്കൊരു തീച്ചൂട്. നീ ഇത്തിരി ചായം പാപ്പനും കൂടി വാങ്ങിക്കോ എന്ന് പതിവില്ലാതെ പറയുകയും ചെയ്തു. പേങ്ങൻപാറ സ്റ്റേഷന് മുന്നിലെത്തിയതും ഞാൻ പോക്കറ്റിലേക്ക് കൈയിട്ടു. നാണയങ്ങളുടെ ചൂട് അപ്പോഴുമുണ്ട്. നടപ്പ് സാവകാശമാക്കി. ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ താഴേക്ക് പോയിരുന്നു. സ്റ്റേഷൻ ചുമരിലെ ചിത്രത്തിൽ നിന്നിറങ്ങിയ കാളകൾ എടുപ്പിലേക്ക് കയറി നിന്ന് പുല്ലുമേയുന്നതു കണ്ടു. കാളവണ്ടിക്കാരനെ കാണാനില്ല. അങ്ങോരെവിടെ പോയി? ചെങ്കല്ലടർന്ന ഭാഗത്തുകൂടി ഞാൻ സ്റ്റേഷനിലേക്ക് നോക്കി. പാറാവുകാരൻ അവിടെ തന്നെയുണ്ട്. ടിപ്പറിനു മീതെ വളർന്നു മുറ്റിയ പുളിമരം പൂവിട്ടു തുടങ്ങിയിരുന്നു. കുഞ്ഞു കായകളോടൊപ്പം പുളിയുടെ തളിരില തിന്നാൻ നല്ല രസമാണ്. അതോർത്തപ്പോൾ ഉമിനീര് കുമിഞ്ഞു. അപ്പോഴേക്കും ബെല്ലടി കേട്ടു.
ഒന്ന് തല ഉയർത്തി നോക്കിയ കാളകൾ അനുസരണയോടെ വീണ്ടും ചുമരിലേക്ക് ചേക്കേറി. വെയിൽപ്പാളികൾക്കിടയിലൂടെ പറന്നെത്തിയ കാളവണ്ടിക്കാരൻ വീണ്ടും തലപ്പാവണിഞ്ഞു. കുത്തുവിട്ട പുസ്തകങ്ങളും ചേർത്തുപിടിച്ച് ഞാൻ സ്കൂളിലേക്ക് പാഞ്ഞു. ഓടിയിട്ടും ഓടിയിട്ടും തീരാത്തതുപോലെ എനിക്ക് മുന്നിൽ അപ്പോഴും വഴികൾ മുളച്ചുകൊണ്ടിരുന്നു. ക്ലാസ്സിലെത്തിയിട്ടും അണപ്പ് മാറാൻ നേരമെടുത്തു. നീ എന്തേ താമസിച്ചതെന്ന് കൂട്ടുകാരെ ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. ചീരുപെണ്ണിൻ്റെ കൊലക്കേസോടെയാണ് ഞങ്ങളുടെ പേങ്ങൻപാറ പോലീസ് സ്റ്റേഷനെക്കുറിച്ച് പുറം ലോകമറിയുന്നത്. എനിക്കതെല്ലാം കേട്ടറിവേയുള്ളൂ. പെരുങ്കള്ളനായ ഒരുവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു പെണ്ണിനെ ശ്വാസം മുട്ടിച്ചു കൊന്ന കേസായിരുന്നു അത്. അന്തിത്തിരി കൊളുത്തേണ്ട നേരത്താണ് അരുംകൊല നടന്നത്. സ്കൂളിലെ കഞ്ഞിവയ്പ്പുകാരിയായിരുന്നു ചീരുപെണ്ണ്. പണിയും കഴിഞ്ഞ് പതിവ് പോലെ അവൾ കടവിലേക്കിറങ്ങി. കുളി കഴിഞ്ഞ് ഈറൻ മാറാൻ തുടങ്ങുന്നതേയുണ്ടായിരുന്നുള്ളൂ. കുളിച്ചു കുതിർന്ന അവളുടെ കാലിൽ പിടിച്ചു വലിച്ചാണ് കൊലയാളി വെള്ളത്തിനടിയിലേക്ക് മുങ്ങിയത്. പെണ്ണിൻ്റെ തോളിലേക്ക് ഇരുകാലും കയറ്റി വെള്ളത്തിനടിയിൽ അവൻ ശ്വാസം പിടിച്ചു നിന്നു. കുമിളകൾ നിലച്ച് അവളുടെ ഉയിര് പോകും വരെ ആ നിൽപ്പ് തുടർന്നു. 2 ദിവസം കഴിഞ്ഞാണ് ആറിൻ്റെ മറുകരയിൽ ശവം പൊന്തിയത്. കരയ്ക്കടുപ്പിക്കുമ്പോൾ മുഖമപ്പാടെ മീൻ തിന്നിരുന്നു. ജീവനൊടുക്കിയെന്നാണ് ആദ്യം കരുതിയത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതോടെ ആരോ കൊന്നതാണെന്ന് മനസ്സിലായി. നഖങ്ങൾക്കിടയിൽ പറ്റിയിരുന്ന തൊലിയും ചോരക്കറയും മറ്റാരുടെയോ ആയിരുന്നു. അന്വേഷണം നീണ്ടു. പലരെയും ചോദ്യം ചെയ്തു. ഒടുവിൽ വള്ളോത്തിക്കാവിന്നൊരു കള്ളനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന് അത് തീർപ്പാക്കി. കേസ് അന്വേഷിച്ച പോലീസ് ഏമാൻ്റെ പേരും ഞങ്ങളുടെ സ്കൂള് പണികഴിപ്പിച്ച തമ്പുരാൻ്റെ പേരും ഒന്നുതന്നെയായിരുന്നു. നടന്ന സംഭവങ്ങളെല്ലാം പാപ്പൻ വിവരിക്കുമ്പോൾ ഞാൻ മാത്രമാണ് പേരിലെ പ്രത്യേകത ശ്രദ്ധിച്ചത്. എനിക്കത് ശ്രദ്ധിക്കാനൊരു കാരണവുമുണ്ടായിരുന്നു. അതുവഴിയേ പറയാം. പേങ്ങൻപാറയിലെ കൊട്ടാരം സ്കൂളിലായിരുന്നു എൻ്റെ പഠനം. 7 വരെ തോൽക്കാണ്ട് പഠിച്ചു. 8ലും 9ലും ഓരോ തവണ തോറ്റേച്ചായിരുന്നു 10ലേക്കുള്ള കയറ്റം. 10ാം ക്ലാസ്സിന് 4 ഡിവിഷനുകളാണ് ഉണ്ടായിരുന്നത്. തോൽക്കുമെന്നുറപ്പായ കുട്ടികളെ മറ്റു ക്ലാസ്സുകളിൽ നിന്നും അടർത്തിയെടുത്തുണ്ടാക്കിയൊരു ഡിവിഷനായിരുന്നു 10D. ഞങ്ങളുടെ കൂട്ടരായിരുന്നു കൂടുതലും. കൊട്ടാരം സ്കൂൾ പണിയിച്ചത് പൊന്നുതമ്പുരാനാണെന്ന് കുഞ്ഞു മൂസദ് സാറ് ഇടയ്ക്കിടെ അഭിമാനത്തോടെ പറയും. മൂസദിൻ്റെ പറച്ചിൽ പോലെ സ്കൂളിൻ്റെ മേൽക്കൂരയ്ക്കും ഉരുപ്പടികൾക്കും നല്ല പഴക്കവും ഉറപ്പുമുണ്ടായിരുന്നു. കെട്ടും മട്ടും കണ്ടാൽ രാജകൊട്ടാരം തന്നെ. മട്ടുപ്പാവിലൊരു കൂറ്റൻ നാഴികമണി കെട്ടിത്തൂക്കിയിട്ടുണ്ട്. തമ്പുരാൻ്റെ ഓർമ്മ ദിവസം മാത്രമേ അതിപ്പോൾ മുഴക്കാറുള്ളൂ. നാടുവാണിരുന്ന തമ്പുരാൻ്റെ എണ്ണച്ചായ ചിത്രമാണ് മറ്റൊരു പ്രത്യേകത. പൂജയെടുപ്പിന് പാട്ടുകച്ചേരി നടക്കുന്ന ഹാളിലായിരുന്നു വലിപ്പമേറിയ ആ ചിത്രം. ആനക്കൊമ്പിൻ്റെ നിറമുള്ള പെയിൻറ്റിലാണ് തമ്പുരാൻ്റെ പേരെഴുതി വച്ചിരുന്നത്. ഭരിച്ചിരുന്ന കാലയളവ് തൊട്ടു താഴെയുണ്ട്. കണക്കുകൂട്ടി നോക്കിയാൽ അങ്ങോരുടെ ഭരണകാലത്ത് ഞങ്ങളുടെ പാപ്പനൊരു 16-17 വയസ്സു കാണും. പാപ്പൻ അന്ന് തേനെടുക്കാനും മറ്റും കാട്ടിൽ പോകുന്ന സമയമാണ്. പിന്നീടാണ് ഇഞ്ചിപ്പണിക്ക് മല കയറുന്നത്. എനിക്ക് പാപ്പൻ്റെ ഛായയാണെന്ന് അച്ഛൻ്റെ മൂത്ത പെങ്ങൾ പറയും. കടുവയുടെ ആക്രമണത്തിൽ വലങ്കണ്ണ് പോയെങ്കിലും അപ്പച്ചി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരു കെട്ട് പുകയിലയുമായി പുഴ കടന്ന് ഞാനും പാപ്പനും കൂടി വല്ലപ്പോഴും അവരെ കാണാൻ ചെല്ലുമായിരുന്നു. പൂവിങ്കക്കാവി ഭഗവതി അമ്മയുടെ ആങ്ങളമാരൊരു കീരി വളർത്തി. കീരിയെ കീരിയെ കണ്ടാലറിയാം ഞാൻ വളർത്തുന്നൊരു ചെങ്കീരി എന്നവർ നീട്ടിപ്പാടും. ചില പാട്ടുകൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനതെല്ലാം ഉറക്കെ പാടുമായിരുന്നു. ഒരിക്കൽ കൈമൾ മാഷ് അതു കേട്ടുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് കയറിയത്. അശ്രീകരമെന്നും പറഞ്ഞ് എന്നെ പുറത്താക്കി. വരാന്തയിലെ ഏറുകാലയിലുള്ള നിൽപ്പു ശിക്ഷ ഒരാഴ്ചത്തേക്ക് നീണ്ടു. എൻ്റെ ഉച്ചക്കഞ്ഞി ആ ദിവസങ്ങളിൽ മുടക്കുകയും ചെയ്തു. നേരം മിനുങ്ങി തുടങ്ങുന്ന നേരത്തു തന്നെ ഞാൻ കുടിയിന്നിറങ്ങും. വഴി നീളെയുള്ള കാഴ്ചകളും കണ്ട് സ്കൂളിലെത്തുമ്പോൾ പ്യൂൺ പിഷാരടി ക്ലാസുകൾ തുറക്കുന്നതേയുണ്ടാവൂ. അരിയും പയറുമെടുക്കാൻ എത്തുന്ന വെപ്പുകാരി വിയർത്തൊലിച്ച് കൈമൾ മാഷിൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കാണാം. പിള്ളേരും ടീച്ചർമാരും വരാൻ പിന്നെയും കുറേ നേരമെടുക്കും. തെക്കേ മതിലിൻ്റെ അറ്റത്തുപോയി മുള്ളിയേച്ച് ഞാൻ നേരെ ഹാളിലേക്ക് ചെല്ലും. ചുമരിലെ എണ്ണച്ചായ ചിത്രങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തമ്പുരാൻ്റെ പടത്തിന് കൈമൾ മാഷുമായി എന്തൊക്കെയോ സാമ്യമുള്ളതുപോലെ തോന്നും.
കാതിലെ രോമക്കെട്ടും കടുക്കനും മാത്രമല്ല മറ്റു പലതിനും സാമ്യങ്ങൾ ഏറെയുണ്ട്. ചുറ്റും ആരുമില്ലെന്നുറപ്പിച്ചേച്ച് എടാ ചീക്കച്ചണ്ണ, ധൈര്യമുണ്ട് ഇറങ്ങി വാടാ എന്നു തമ്പുരാനെ ഞാൻ കളിയാക്കി വിളിക്കും. അപ്പോൾ ചുമരിൽ നിന്നും തമ്പുരാൻ എന്നെ തുറിച്ചു നോക്കും. തമ്പുരാൻ്റേതു കൂടാതെ തമ്പുരാട്ടിമാരുടെ ചിത്രങ്ങളും ഹാളിലുണ്ടായിരുന്നു. ഒരെണ്ണം കുഞ്ഞിനെയും എടുത്തോണ്ട് നിൽക്കുന്ന തമ്പുരാട്ടിയാണ്. മറ്റവൾ കുറച്ചുകൂടി ചെറുപ്പമാണ്. കൈമൾ മാഷ് നീട്ടിച്ചൊല്ലുന്നതുപോലെ ലോലമോഹനമായി തങ്ക പങ്കജത്തെ വെല്ലും വലം കാലിടത്തു തുടക്കാമ്പിൽ കയറ്റിവച്ചും എന്നതാണ് ചെറുപ്പക്കാരിയുടെ ഭാവം. ചെങ്കല്ലിൻ ചോപ്പുള്ള പട്ടുസാരിയാണ് അവൾ ചുറ്റിയിരുന്നത്. അതിന്മേൽ തിളങ്ങുന്ന ചിത്രപ്പണികളുണ്ട്. കുങ്കുമപ്പൊട്ടും തൊട്ടു നിൽക്കുന്ന തമ്പുരാട്ടിമാരുടെ ചിത്രം കാണുമ്പോൾ എനിക്ക് കുറുമ്പ് തോന്നും. ഇവരേലും സൗന്ദര്യമുള്ള പെണ്ണുങ്ങള് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ ഓർക്കും. പൊന്നണിയിച്ച് അതുങ്ങളെ ഇതുപോലെ നിർത്തിയാൽ തമ്പുരാട്ടിമാര് പിന്നാക്കം പോവുന്നുള്ളത് ഉറപ്പായിരുന്നു. ഇങ്ങനെയൊക്കെ വിചാരിക്കുമെങ്കിലും ഇളയ തമ്പുരാട്ടിയെ എനിക്കിഷ്ടമായിരുന്നു. നിറമങ്ങിയ അവരുടെ പുടവ മാറ്റി പുത്തനൊന്ന് വരച്ചു ചേർക്കുന്നത് ഓർക്കുമ്പോഴേ എനിക്കത് ചെയ്യാൻ ധൃതി കൂടും. ദസറ ആഘോഷങ്ങൾ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് ഞാൻ അവരുടെ ചിത്രത്തിനു മുന്നിൽ പോയി കണ്ണിമ വെട്ടാതെ കുറേ നേരം നോക്കി നിന്നു. ആരോ ചാർത്തിയ അരളിപ്പൂമാല പടത്തിൽ നിന്നും പൊട്ടി വീണു കിടന്നിരുന്നു. നോക്കുന്തോറും എണ്ണച്ചായ ചിത്രം മങ്ങുന്നതുപോലെ തോന്നി. പുടവയുടെ നിറമാണ് ആദ്യം വാർന്നു തുടങ്ങിയത്. പിന്നീട് കുങ്കുമവർണം അടർന്നു. ചായമൊരുക്കി അതൊക്കെ പുതുക്കണം ഞാൻ തീരുമാനിച്ചു. എടാ ചെക്ക, നീ ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കണ്ടാട്ടോ. തമ്പുരാട്ടിയുടെ ചുണ്ടുകളാണ് ആദ്യം ചലിച്ചു തുടങ്ങിയത്. പിന്നീട് അവരുടെ ഇമകൾ അനങ്ങി. കൊലുസണിഞ്ഞ വലംകാൽ പുറത്തേക്ക് വച്ച് അവർ ചിത്രത്തിൽ നിന്നും ഇറങ്ങി വരുമെന്ന് എനിക്ക് തോന്നി. എന്നാൽ സാരിത്തുമ്പ് പിടിച്ചിരുന്ന കൈ ഉയർത്തി മുഖമൊന്ന് തുടച്ചിട്ട് ചിത്രത്തിലേക്ക് പതിഞ്ഞു നിന്നോണ്ടു തന്നെ അവർ സംസാരം തുടർന്നു. കഴിഞ്ഞ ദിവസം നീ ഞങ്ങളുടെ തമ്പുരാനെ അസഭ്യം പറഞ്ഞൂല്ലേ? തമ്പുരാട്ടി അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങ് വല്ലാണ്ടായി. ഒരു ചിത്രത്തിനു മുന്നിൽ നിന്ന് പറയുന്നത് മറ്റു ചിത്രങ്ങളിലുള്ളവർക്ക് കേൾക്കാൻ കഴിയില്ലെന്നായിരുന്നു എൻ്റെ വിചാരം. കുടിയിരുത്തിയ പിതൃക്കളുടെ കല്ലുകൾക്ക് മുന്നിലെ ഞങ്ങളുടെ തേട്ടങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ഓരോ പിതൃക്കളോടും പറയേണ്ടത് അവരവരുടെ കല്ലിനു മുന്നിൽ പോയി പറയണം. അതാതു കല്ലിൽ കുടിയിരിക്കുന്ന ആൾക്ക് മാത്രമേ അത് കേൾക്കാനാവൂ. എന്തായാലും ആ ധാരണയൊക്കെ തെറ്റി. തമ്പുരാന്റെ മുന്നിൽ പോയി ഞാൻ വിളിച്ച ചീത്തകൾ തമ്പുരാട്ടി കേട്ടിരിക്കുന്നു. ഇനി അങ്ങനെയൊന്നും പാടില്ല. നന്നായി പഠിച്ച് നീ മെട്രിക്കുലേഷൻ പാസ്സാക്കാൻ നോക്കൂ. പഴയ കാലത്തിൽ നിന്നാണ് തമ്പുരാട്ടി സംസാരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ മെട്രിക്കുലേഷൻ എന്നൊന്നും പറയില്ലല്ലോ. എന്തായാലും എന്നോടവർക്ക് സ്നേഹമുണ്ട്. ഞാനിങ്ങനെ എക്കാലവും പീറ പിടിച്ചു നടക്കരുതെന്ന് അവർക്ക് ആഗ്രഹമുണ്ടാവാം. തമ്പുരാനെ ചീത്ത വിളിച്ചിട്ടും ആ സ്നേഹത്തിനൊരു കുറവുമുണ്ടായിട്ടില്ല. അധികം വൈകാതെ അവരെ ഒന്ന് പുതുക്കി വരയ്ക്കണം. ഞാൻ കുറച്ചുകൂടി അടുത്തേക്ക് ചെന്ന് ഏതൊക്കെ നിറങ്ങളാണ് ചേർക്കേണ്ടതെന്ന് സങ്കല്പിച്ചു നോക്കി. പുടവയുടെ നിറം അടിമുടി മാറ്റണം. കൺപീലികൾ കുറച്ചുകൂടി കനപ്പിക്കണം. മാറിലെ തുടിപ്പിന് അല്പം കൂടി മിഴിവാകാം. ഞാൻ അങ്ങനെ ഓരോന്ന് നനച്ചിരിക്കുമ്പോഴാണ് ഇമ വെട്ടിച്ചുകൊണ്ട് തമ്പുരാട്ടി സംസാരിച്ചു തുടങ്ങിയത്. ഞാൻ അവരുടെ ഭംഗിയിൽ അലിഞ്ഞു പോയതിനാൽ അവരെന്താണ് പറഞ്ഞതെന്ന് കേട്ടില്ല. ഇതിനിടയിൽ മറ്റേ തമ്പുരാട്ടിയുടെ കൊച്ചുണർന്ന് കരയുകയും ചെയ്തു. ഒന്നുകൂടി പറയുമോ? ഞാൻ കേട്ടില്ല. ഓ, ഈ ചെക്കൻ്റെ കാര്യം. എടാ ചെക്ക, പുതുക്കണമെങ്കിൽ നിനക്ക് എന്നെ മാത്രമല്ല കടന്നുപോയൊരു കാലത്തെ കൂടി പുതുക്കേണ്ടി വരും. അതൊക്കെ ഇടങ്ങേറാവൂട്ടോ. അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിത്രത്തെ എന്ന പോലെ കാലത്തെ എങ്ങനെയാണ് പുതുക്കുക? തമ്പുരാട്ടി ജീവിച്ചിരുന്ന കാലത്തെക്കുറിച്ച് എനിക്ക് അധികമൊന്നും അറിയില്ല. കനലെരിയുന്ന സന്ധ്യയ്ക്ക് പാപ്പൻ ചിലത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ വച്ച് എങ്ങനെയൊരു കാലത്തെ പുതുക്കും? ഞാൻ അങ്ങനെ മിണ്ടാട്ടം മുട്ടി നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ചരിത്രാധ്യാപകനായ കുഞ്ഞു മൂസത് സാർ ഹാളിലേക്ക് വന്നത്. അങ്ങേരെ കണ്ടപാടെ ഞാൻ അവിടെ നിന്നും ഇറങ്ങി. തിരിഞ്ഞു നോക്കുമ്പോൾ മുടിയിഴ കോതിക്കൊണ്ടിരിക്കുന്ന കൈ താഴേക്കിട്ട് തമ്പുരാട്ടി വീണ്ടും ചിത്രമാവുന്നതു കണ്ടു. അന്നു വൈകിട്ട് കുടിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ സ്കൂളിലെ വിശേഷങ്ങൾ പാപ്പനോട് പറയണമെന്നുണ്ടായിരുന്നു. പാപ്പനപ്പോൾ ഇറച്ചി ചതച്ച് അതിലിത്തിരി എരിവ് ചേർക്കുന്ന തിരക്കിലായിരുന്നു.
പാപ്പന് റാക്ക് കുടിക്കണമെങ്കിൽ മേമ്പൊടിയായി വേണ്ട വിഭവമാണ് ഇടിയിറച്ചി. അതിപ്പോ എന്തിൻ്റേതായാലും പാപ്പനൊരു വിരോധവുമില്ല. ഉപ്പും പുരട്ടി നല്ല ഉണക്കുള്ളത് വേണം. പാപ്പൻ കുടി തുടങ്ങിയതും ഞാൻ അടുത്തു ചെന്നിരുന്നു. പാപ്പ, ഞാനൊരു കൂട്ടം ചോദിക്കട്ടെ? നീ ചോദിക്ക്. ഞങ്ങളുടെ സ്കൂളിൽ ഒരു തമ്പുരാന്റെ പടമില്ലേ? അങ്ങേരെങ്ങനാ ചത്തത്? അവിടെ 2 തമ്പുരാട്ടിമാരുണ്ടല്ലോ, ഒരുത്തിക്കൊരു കൊച്ചുമുണ്ട്. അവരുമായി അങ്ങേർക്കെന്നാ ബന്ധമാ? മൂപ്പര് അതുങ്ങളുടെ കെട്ടിയോനാണോ അതോ മൂത്താങ്ങളെയോ? ഓ, ബന്ധമൊന്നും എനിക്കറിയില്ല. പിന്നെ ആ തമ്പുരാനുണ്ടല്ലോ, അങ്ങോർക്ക് വിഷം കൊടുത്താ കൊന്നത്. തമ്പുരാന് ആരാണ് വിഷം കൊടുത്തത്? എന്തിനാണ് അങ്ങോരെ കൊന്നത്? ചോദിക്കാൻ തുടങ്ങുന്നതിനു മുന്നേ പാപ്പൻ എഴുന്നേറ്റ് കുടിയിലേക്ക് കയറി. ഇനിയിപ്പോ പുറത്തേക്ക് വരണമെങ്കിൽ നേരം മിനുങ്ങണം. മുറ്റത്ത് കായാൻ കൂട്ടിയിരുന്ന തീയിലേക്ക് നോക്കി കുറച്ചു നേരം തനിച്ചിരുന്നിട്ട് ഞാൻ എൻ്റെ കുടിയിലേക്ക് പോന്നു. ഉറക്കം വന്നില്ല. കണ്ണടച്ചാൽ ഹാളിലെ ചിത്രമാണ് മനസ്സിൽ. പുറത്ത് കാവലുണ്ടായിരുന്ന പാപ്പൻ്റെ പട്ടികൾ പേടിച്ചിട്ടെന്ന പോലെ കുരയ്ക്കുന്നുണ്ടായിരുന്നു. ആന ഇറങ്ങിയിട്ടുണ്ടാവുമോ? കൊഴുപ്പിൽ മുക്കിയ പന്തങ്ങളും കാട്ടാനയുള്ള പാട്ടയും എടുത്തടുത്തു വച്ചിട്ട് ഞാൻ കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞ് നായ്ക്കളുടെ കുര നിലച്ചു. എല്ലാം ഒന്ന് ശാന്തമായതുപോലെ. മലമുകളിൽ നിന്നൊരു വെട്ടം താഴേക്കിറങ്ങി വരുന്നത് ഞാൻ കണ്ടു. മരങ്ങൾക്കിടയിലൂടെ കുറച്ചേറെയത് താഴേക്ക് വന്നെങ്കിലും മേപ്പോട്ടു തന്നെ കയറിപ്പോയി. എൻ്റെ ഒറ്റച്ചെന്നി പെടഞ്ഞു. ഉറക്കമില്ലാതെ വരുമ്പോൾ പുരട്ടാനായി പാപ്പൻ തയ്യാറാക്കി തന്നിരുന്ന ഇലമരുന്നും നെറുകയിൽ തേച്ച് ഞാൻ കിടക്കയിലേക്ക് കമിഴ്ന്നു. പിറ്റേന്ന് നേരത്തെ സ്കൂളിലെത്തി. ക്ലാസ് മുറികൾ അടഞ്ഞുകിടന്നിരുന്നു. വരാന്തയിലൂടെ നടന്ന് ഹാളിലേക്ക് ചെന്നു. ഹാളിൻ്റെ ഒരു വാതിൽ പാതി തുറന്നു കിടപ്പുണ്ടായിരുന്നു. ഒച്ചയുണ്ടാക്കാതെ അകത്തേക്കു കയറി. 3-4 ബെഞ്ചുകൾ ആരോ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. പൊട്ടിയ കുപ്പിവളകൾ ബെഞ്ചുമേൽ ചിതറിക്കിടന്നിരുന്നു. ഞാൻ തമ്പുരാട്ടിയുടെ അടുത്തേക്കു ചെന്നു. അവരുടെ കഴുത്തേലും മുഖത്തുമെല്ലാം നഖപ്പാടുകൾ. കണ്ണുകൾ കരഞ്ഞു വീർത്തിരുന്നു. എന്തു പറ്റി തമ്പുരാട്ടിക്ക്? ഈ ചീക്കച്ചെണ്ണൻ തമ്പുരാട്ടിയെ എന്തേലും ചെയ്തോ? എൻ്റെ ചോദ്യം കേട്ട് തമ്പുരാട്ടി ഞെട്ടി. തമ്പുരാനെ അങ്ങനെയൊന്നും വിളിക്കരുതെന്ന് അവരെന്നോട് പറഞ്ഞു. ഞാൻ തമ്പുരാനെ നോക്കി. ഇത്രയും കാലത്തിനിടയിൽ ഇടയ്ക്കിടെ തുറിച്ചു നോക്കുന്നതല്ലാതെ അയാൾ ആ ചിത്രത്തിൽ നിന്നും അനങ്ങിയിട്ടില്ല. ഇയാളല്ലെങ്കിൽ മറ്റാരാവും തമ്പുരാട്ടിയെ ഉപദ്രവിച്ചിട്ടുള്ളത്? സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഹെഡ്മാഷുമാരുടെയും കാലാകാലങ്ങളിൽ സ്കൂളുകൾ ഭരിച്ചിരുന്ന മാനേജർമാരുടെയും ഫോട്ടോകൾ ചുമരിലുണ്ടായിരുന്നു. ഞാൻ ഓരോ ചിത്രത്തിൻ്റെയും അടുത്തേക്ക് ചെന്ന് സൂക്ഷ്മതയോടെ നോക്കി. ആരാടാ കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ തമ്പുരാട്ടിയെ കയറി പിടിച്ചതെന്ന് ഉറക്കെ ചോദിച്ചു. മച്ചിൽ തൂങ്ങിക്കിടന്ന 4-5 നരിച്ചീറുകൾ ചിറകടിച്ചുയർന്നു. എൻ്റെ സ്വരമുയരുന്നത് കേട്ട് ചിത്രത്തിൽ നിന്നും തമ്പുരാട്ടി സംസാരിച്ചു തുടങ്ങി. വിളിച്ചു കൂവി, നീ എനിക്ക് നാണക്കേടുണ്ടാക്കും. എന്നാലും ആരാ എൻ്റെ പൊന്നു തമ്പുരാട്ടിയെ ഉപദ്രവിച്ചേ? തമ്പുരാട്ടി ഒന്നും മിണ്ടാതെ എന്നെ നോക്കി നിന്നു. പിന്നെ മുഖത്തെ കരുവാളിപ്പിലും മുറിവിലും അവർ സ്വയം തടവി. എടാ ചെക്ക, ഇത് കാലത്തിൻ്റെ മുറിവുകളാണ്. അങ്ങനെ പറഞ്ഞയുടനെ തമ്പുരാട്ടി പഴയപടി ചിത്രമായി. തിരിഞ്ഞു നോക്കുമ്പോൾ പ്യൂൺ പിഷാരടി സംശയത്തോടെ എന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ വാടാ ഏഭ്യ. വിളി കേട്ട് ഞാൻ അയാളുടെ അടുത്തേക്ക് ചെന്നു. അത്രയ്ക്ക് അങ്ങടെ അടുത്തേക്ക് വരണ്ട, അവിടെ തന്നെ നിന്നോളൂ, അയാൾ കൽപ്പിച്ചു. ചീഞ്ഞഴുകിയ ശവത്തെ കാണുന്ന അറപ്പോടെ അയാളുടെ നോട്ടവും ഭാവവും. അതിനൊപ്പം ഒരു ചോദ്യവുമുണ്ടായി. എന്തേ ഹാളിലേക്ക് ഇത്രയ്ക്ക് അങ്ങടെ നേരത്തെ? മഷിപ്പേന മറന്നെന്നും അത് നോക്കാനെത്തിയതാണെന്നും ഞാൻ നുണ പറഞ്ഞു. എന്നിട്ടത് കണ്ടെത്തിയോ? ഞാനൊന്നും മിണ്ടിയില്ല. എങ്ങനെ ലഭിക്കും? ഈ സ്കൂളിൽ മൊത്തം നിന്റെ കൂട്ടരല്ലേ? ഞാൻ തിരിഞ്ഞു നോക്കി. തമ്പുരാട്ടി അപ്പോൾ ഇമ വെട്ടിച്ചു. പിഷാരടിയോട് കലഹിക്കേണ്ടെന്ന് ആംഗ്യം കാട്ടി. അനുസരണയോടെ ഞാൻ തലയും കുമ്പിട്ട് പുറത്തേക്കിറങ്ങി. വൈകിട്ട് കുടിലിലേക്ക് ചെല്ലുമ്പോൾ പാപ്പനോട് കാളിത്തറയിലെ ചമയങ്ങളെക്കുറിച്ച് ചോദിച്ചു. കരിങ്കാളിയുടെ നിറം ചാലിക്കാനുള്ള കല്ല് വനത്തിനുള്ളിലാണെന്ന് പാപ്പൻ പറഞ്ഞറിയാം. അവിടേക്ക് പോകണമെങ്കിൽ വ്രതമെടുക്കണം. തിരിച്ചിറങ്ങാൻ കഴിയാത്ത വിധം കൊടും വനമാണ്. അകപ്പെട്ടാൽ ദിശ അറിയുകയാണ് പ്രധാനം. ഇരുട്ടിൽ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ പതറരുത്. ധൈര്യത്തോടെ കാതോർക്കണം. അരുവിയുടെ ഒഴുക്കാവും ആദ്യം കേൾക്കുക.
ജലതാളത്തിൻ്റെ ചുവടും പിടിച്ച് ഇറങ്ങിപ്പോരണം. ചമയത്തിനായി ശേഖരിച്ച കല്ലുകൾ നെഞ്ചോട് ചേർത്തു തന്നെ കെട്ടിവയ്ക്കണം. കാടിറങ്ങുന്നതുവരെ ചേർത്തു പിടിക്കുന്ന കല്ലിൽ നമ്മുടെ ഹൃദയത്തുടിപ്പ് നിറയണം. എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും അതിലൊന്നുപോലും പാതിവഴി നഷ്ടപ്പെടുത്തരുത്. അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നീടൊരിക്കലും നിനക്ക് കാഴ്ചയുണ്ടാവില്ല. പാപ്പൻ പലതും പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്താൻ നോക്കി. ഒടുവിൽ നിർബന്ധം കൂടിയപ്പോൾ അടുത്ത പൗർണമി വരെ കാത്തിരിക്കാൻ പറഞ്ഞു. എനിക്ക് അതിനുള്ള ക്ഷമ ഇല്ലാണ്ടുപോയി. പൊടിയാട്ടത്തിൻ്റെ തലേന്ന് ഉൾവനത്തിലേക്ക് ഞാൻ തനിച്ചുപോയി. വൻമരങ്ങളെയും കടന്ന് മുകളിലേക്ക് കയറും തോറും ഇരുട്ടിന് കനം വച്ചു. കൂറ്റൻ പാറക്കെട്ടുകൾ താണ്ടി പുൽമേട്ടിലെത്തിയതും തിളങ്ങുന്ന കല്ലുകൾ കണ്ടു തുടങ്ങി. ഞാൻ അന്നോളം കാണാത്ത നിറങ്ങൾ. അങ്ങനെയും ചില നിറങ്ങൾ ഭൂമിയിലുണ്ടെന്നത് എന്നെ അതിശയിപ്പിച്ചു. കൈക്കുമ്പിളോളമേ എടുക്കാവൂ. നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയും വേണം. പാപ്പൻ്റെ വാക്കുകൾ ഓർത്തു. നെഞ്ചിലെ തുടിയോടൊപ്പം ചേർത്തുവച്ചവയെല്ലാം അതേ നിറത്തിൽ തുടർന്നു. നിലത്തേക്ക് വീണുപോയവ വെറും കരിക്കട്ടകളായി. എൻ്റെ കാഴ്ച മങ്ങുന്നു, അതോ ചുറ്റുമുള്ള ഇരുട്ട് കനക്കുന്നതോ? പതറരുത്, നീ കാതോർത്താൽ മതി. ഞാൻ കാതോർത്തു. എനിക്കപ്പോൾ കാട്ടാറിൻ്റെ ഇരമ്പം കേൾക്കാനായി. ഞാൻ അതിൻ്റെ ഈണം പിടിച്ച് താഴേക്കിറങ്ങി. പിറ്റേന്നുണരുമ്പോൾ ഊരിൻ്റെ പൊടിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ആരെയും ശ്രദ്ധിക്കാതെ ചോലയിലിറങ്ങി ഞാൻ കുളിച്ചു. ഈറനോടെ കാളിയുടെ കുറി തൊട്ടു. ഉള്ളതിൽ പുതുമയുള്ള കുപ്പായമണിഞ്ഞു. തമ്പുരാട്ടിയെക്കുറിച്ചോർത്തതും സ്കൂളിലെത്താൻ തിടുക്കമായി. തുണിക്കെട്ടിൽ സൂക്ഷിച്ചിരുന്ന ചായക്കല്ലുകൾ എടുത്തു. പുടവയ്ക്ക് ഈ നിറം മതി, ഞാൻ എന്നെ തന്നെ തീർച്ചപ്പെടുത്തി. സ്കൂളിലേക്ക് നടക്കുകയല്ലായിരുന്നു, പറക്കുന്നതുപോലെ തോന്നി. കാലുകൾക്ക് ചിറക് മുളച്ചു. വഴിയോരത്ത് കിടന്നിരുന്ന പാപ്പൻ്റെ പട്ടികൾ എനിക്ക് പിന്നാലെ കുരച്ചോണ്ട് കുറച്ചു ദൂരം വന്നെങ്കിലും തിരിച്ച് കുടിയിലേക്ക് തന്നെ മടങ്ങി. സ്കൂളിലെത്തുമ്പോൾ കൂറ്റൻ മണി മുഴങ്ങിയതുപോലെ ഒരു മുഴക്കം കേട്ടു. ഇത്തവണ ഹാളിൻ്റെ വാതിലെല്ലാം പിഷാരടി ശ്രദ്ധയോടെ പൂട്ടിയിരുന്നു. ഇലവിന്മേൽ കയറിയുള്ള പരിചയത്തിൽ ഞാൻ ചുമരിലൂടെ അള്ളിപ്പിടിച്ച് മേൽക്കൂരയിലെത്തി. ഓടിളക്കി താഴേക്ക് തൂങ്ങുമ്പോൾ കമിഴ്ത്തോട് പൊട്ടി തറയിൽ വീണു ചിതറി. ഒച്ച കേട്ടതും തമ്പുരാട്ടി തല ഉയർത്തി നോക്കി. ചിത്രത്തിൽ നിന്നും അങ്ങനെ നോക്കാൻ വേണ്ടി അവർ കഴുത്തു പുറത്തേക്ക് നീട്ടിപ്പിടിച്ചിരുന്നു. വെള്ളക്കെട്ടിൽ നിന്നും ഒരു വെളുത്ത കൊറ്റി തല ഉയർത്തുന്നതുപോലെയുള്ള അവരുടെ നീളൻ കഴുത്തിൻ്റെ ശേല് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. താഴേക്ക് ചാടുമ്പോൾ എൻ്റെ നില തെറ്റി. തറയിൽ മുട്ടിടിച്ച് ചിരട്ട പൊട്ടിയെന്നൊരു സംശയം, നീറ്റലും വേദനയും. നീ എന്തായി കാണിച്ചതെന്ന് തമ്പുരാട്ടി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്ഷത്രിയ വീറുള്ള തമ്പുരാട്ടിയല്ലേ, ചോര കണ്ടാൽ ഇങ്ങനെ പരിഭ്രമിക്കാമോ? നിന്റെ ഭാഷയ്ക്കൊരു ഇരുത്തം വന്നല്ലോ എന്ന് തമ്പുരാട്ടി പറയുമ്പോൾ തമ്പുരാട്ടിയുടെ മുഖത്തൊരു ചിരി നിറഞ്ഞു. കയ്യിൽ ഒതുക്കി പിടിച്ച ചായക്കല്ലുകൾ കണ്ടതോടെ ആ ചിരി മാഞ്ഞു. പരിഭ്രമത്തോടെ അവർ ചോദിച്ചു, നിനക്കെവിടെ നിന്നും ഇതെല്ലാം ലഭിച്ചു? അതിനുള്ളിലൊരു കാലമൊളിഞ്ഞിരിപ്പുണ്ട്. ചായക്കൂട്ടുകൾ ചാലിച്ച് ഞാൻ അവരെ പുതുക്കി വരച്ചുകൊണ്ടിരുന്നു. ആദ്യം പുടവയുടെ നിറമാണ് മാറ്റിയത്. പിന്നെ ആടയാഭരണങ്ങളുടെ മിനുപ്പ്, കവിൾത്തടങ്ങളുടെ ചോപ്പ്. നിറങ്ങൾ ഓരോന്നായി മാറിക്കൊണ്ടിരുന്നു. ആകാരത്തോടൊപ്പം തമ്പുരാട്ടിയുടെ സംസാര ഭാഷയിലുണ്ടായ വ്യത്യാസം എന്നെ അത്ഭുതപ്പെടുത്തി. വർണ്ണങ്ങളോടൊപ്പം അവർക്ക് ചുറ്റുമുള്ള കാലവും മാറുന്നത് ഞാൻ അറിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ ചായക്കൂട്ടിൽ മുക്കിയ ബ്രഷ് എടുത്ത്, ഈ വല്ലിയിൽ നിന്നും ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ എന്ന് ചിത്രത്തിനു താഴെ ഞാൻ എഴുതി ചേർത്തു. തമ്പുരാട്ടി അപ്പോൾ ചിത്രത്തിൽ നിന്നിറങ്ങി വന്ന് എൻ്റെ മുന്നിൽ നിന്നു. എല്ലാറ്റിനും വിധേയപ്പെട്ടതുപോലെയുള്ള ആ നിൽപ്പ് തമ്പുരാട്ടിക്ക് ചേർന്നതല്ലെന്ന് എനിക്ക് തോന്നി. ചായം മുക്കി തമ്പുരാട്ടിയുടെ മുഖത്തെ ഭാവം മാറ്റാൻ ഞാനൊന്നു ശ്രമിച്ചു. അവരെന്നെ വിലക്കി. എൻ്റെ വലം കൈ ചേർത്ത് പിടിച്ചു പറഞ്ഞു, വരൂ, നമുക്ക് പോകാം. എങ്ങോട്ട്? നിനക്കിഷ്ടമുള്ള ഇടത്തേക്ക്. ഞാനങ്ങനെ പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ പുറത്തുനിന്നും വാതിൽ തുറക്കുന്നത് കേട്ടു. വാളും പരിചയുമായി മേനോൻ മാഷും കൈമൾ മാഷും അകത്തേക്ക് കയറി. സ്കൂൾ വേഷത്തിനു പകരം തിളക്കമുള്ള മുണ്ടായിരുന്നു അവർ ഉടുത്തിരുന്നത്. അംഗത്തിനെന്ന പോലെ അരക്കച്ച ചുറ്റിയിരുന്നു. മേനോൻ മാഷാണ് എൻ്റെ കൈ രണ്ടും പിന്നാക്കം ചേർത്തു കെട്ടിയത്. കുന്തവും പിടിച്ചു നിന്ന പിഷാരടി പ്യൂൺ നടന്നതെല്ലാം തമ്പുരാനോട് വിശദീകരിച്ച് പറയുന്നുണ്ടായിരുന്നു. സരസ്വതി പൂജ നടക്കേണ്ട മണ്ഡപമാണ് ഇവിടിട്ടു വേണ്ട.
ഇവന്റെ രക്തം വീണാൽ ഇവിടം അശുദ്ധമാകും. ചിത്രത്തിൽ നിന്ന് അല്പം മുന്നോട്ടിറങ്ങി ഉടവാളം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന തമ്പുരാനെ ഞാൻ അപ്പോഴാണ് കണ്ടത്. ആദ്യമായാണ് അങ്ങോര് ചിത്രത്തിൽ നിന്നിറങ്ങി വരുന്നത്. പിഷാരടിയും മാഷന്മാരും തമ്പുരാന് മുന്നിൽ താണു വണങ്ങി നിന്നു. തമ്പുരാനാകട്ടെ ഉടവാള് കൈമൾ മാഷിനെ ഏൽപ്പിച്ചിട്ട് വീണ്ടും പഴയപടി ചിത്രത്തിലേക്ക് അമർന്നു. കുഞ്ഞിനെയും എടുത്തു നിൽക്കുന്ന തമ്പുരാട്ടി പേടിയോടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവർ കുഞ്ഞിൻ്റെ കണ്ണുകൾ രണ്ടും പൊത്തിപ്പിടിച്ചാണ് നിന്നിരുന്നത്. എവിടെ എൻ്റെ ദുർഗ തമ്പുരാട്ടി? ഞാൻ ചുറ്റിനും നോക്കി. തമ്പുരാട്ടിയുടെ ചിത്രത്തിൻ്റെ ഫ്രെയിം മാത്രം ചുമരിൽ തൂങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ എഴുതിയിട്ട വരികൾ അതിനു താഴെ അപ്പോഴുമുണ്ടായിരുന്നു. തമ്പുരാട്ടിയെന്നും വിളിച്ച് ഞാൻ കുതറി. അപ്പോഴേക്കും പിഷാരടി എൻ്റെ കണ്ണുകൾ ശീല കൊണ്ട് കെട്ടിയിരുന്നു. അശ്രീകരത്തെ ചുമക്കണമല്ലോ. കൈമൾ മാഷ് ദേഷ്യപ്പെടുന്നത് എനിക്ക് കേൾക്കാം. എന്നെ അവർ കൈക്കും കാലിനും പിടിച്ച് തൂക്കിയെടുത്തു. ഏതൊക്കെയോ കുടുസുമുറികളിലൂടെ കയറിയിറങ്ങി ഒടുക്കമൊരു നീളൻ മേശപ്പുറത്ത് എന്നെ കിടത്തി. ഒന്നും കാണാനാവാത്തപ്പോൾ മൂക്കു വിടർത്തണം, ചെവിയോർക്കണം. പാപ്പൻ്റെ ഉപദേശം ഞാൻ ഓർത്തു. മൂക്കു വിടർത്തി. കെമിസ്ട്രി ലാബാണ്. അലമാരയിൽ അടുക്കി വച്ചിരുന്ന കുപ്പികളിലെ ആസിഡിൻ്റെ ചൂര് എനിക്ക് തിരിച്ചറിയാനായി. എൻ്റെ കുപ്പായങ്ങൾ അവർ ഉരിഞ്ഞെടുക്കാൻ തുടങ്ങിയിരുന്നു. മഗ്നീഷ്യം റിബൺ ചുറ്റി നമുക്കിത് പൂത്തിരി പോലെ കത്തിക്കാം. പിഷാരടിയാണ് അത് പറഞ്ഞത്. നന്നങ്ങാടിയിൽ ഇറക്കി ജീവനോടെ ഇവനെ കുഴിച്ചിട്ടാൽ മതിയെന്ന് കുഞ്ഞു മൂസദ് തർക്കിക്കുന്നത് കേട്ടു. ആരോ എൻ്റെ ഉള്ളം കാലിൽ ചൂരലിനടിച്ചു. അങ്ങനെ അടിക്കുമ്പോൾ പൊന്നീച്ച കണ്ണുമേന്ന് പറക്കുമെന്ന് പാപ്പൻ പറഞ്ഞത് ഞാൻ ഓർത്തു. അടുത്ത അടിയോടെ ചോദ്യമുയർന്നു. നീ ഞങ്ങളുടെ പൊന്നുതമ്പുരാനെ തെറി വിളിക്കും, ഞങ്ങളുടെ തമ്പുരാട്ടിയെ കരിങ്കാളിയാക്കും അല്ലേടാ നായേ? ചീത്ത വിളിച്ചുകൊണ്ട് പിഷാരടി മഗ്നീഷ്യം റിബൺ ചുറ്റി. അയാൾ അങ്ങനെ ഓരോന്ന് പുലമ്പിക്കൊണ്ടിരുന്നു. ചീക്ക ചണ്ണന്മാരെ കൈ കെട്ടിയേച്ചാണോടാ ഒരുത്തനെ അടിക്കുന്നത്? കരിങ്കാളി കൂടിയതുപോലെ ഞാൻ അവരുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. കൈമള് മാഷ് ദേഷ്യത്തോടെ എൻ്റെ കണ്ണിലെ കെട്ടഴിച്ചു. നീ കാണ് പൂത്തിരി പോലെ കത്തുന്നത്. എൻ്റെ അരക്കെട്ടിൽ നിന്നും തീയും പുകയും ഉയർന്നു. പ്രാണൻ പോകുന്ന വേദനയോടെ ഞാൻ പിടഞ്ഞു. തമ്പുരാട്ടി അപ്പോഴും അവരുടെ നീളൻ മുടി അഴിച്ചിട്ട് എൻ്റെ നെഞ്ചിലേക്ക് അമർന്നു കിടക്കുന്നതുപോലെ എനിക്ക് തോന്നി. താളിമണത്തിൻ്റെ ഗന്ധം എൻ്റെ മൂക്കിലേക്ക് പടർന്നു. തിളച്ച എണ്ണയെടുക്കാൻ ആരോ പറയുന്നത് കേട്ടു. മാഷന്മാരെ എൻ്റെ കൈ രണ്ടും എണ്ണയിലേക്ക് മുക്കിപ്പിടിച്ചു. തൊലിപ്പുറം കുമിളിക്കുന്നതിനൊപ്പം മാംസം വേവുന്ന ഗന്ധം. പിഷാരടി മൂക്ക് പൊത്തി. ചിത്രവധ കൂടാവാം. അത് വേണ്ട. ഇവന്റെ വായിലൂടെ കുന്തം കയറ്റി ആസനത്തിലൂടെ ഇറക്കി പൊതുനിരത്തിൽ കുത്തി നിർത്തുന്നതാവും ശേല്. ചത്തു കഴിയുമ്പോൾ കഴുകൻ തിന്നട്ടെ. ഞങ്ങളുടെ ഊരിനു പിന്നിലെ കുന്നിൻ ചരിവു ഞാൻ കണ്ടു. അവിടം നിറയെ കഴുകന്മാർ എപ്പോഴും ഉണ്ടാവും. ചത്തുപോയവരുടെ ശവങ്ങളുമായി ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് വരാറുള്ളത് ഞാൻ ഓർത്തു. അമ്മമാര് കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നത് പോലെയാണ് കഴുകൻ ശവത്തെ പൊതിയുന്നതെന്ന് പാപ്പൻ പറയുമായിരുന്നു. എൻ്റെ ശരീരത്തെ ക്ലേശിപ്പിക്കുകയും ഞെരുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കൊടിയ വേദനകളെല്ലാം കെട്ടടങ്ങിയതുപോലെ എനിക്ക് തോന്നി. ഞാനപ്പോൾ കുന്തത്തിൽ നിന്നിറങ്ങി തമ്പുരാട്ടിയുടെ കൈയും പിടിച്ച് കുന്നുകയറാൻ തുടങ്ങിയിരുന്നു. തമ്പുരാട്ടി എന്നെ നീർമാതള ചോട്ടിലേക്ക് പിടിച്ചിരുത്തി. താളിയോലയിൽ അവർ എനിക്കു വേണ്ടി ഒരു കീർത്തനം എഴുതാൻ തുടങ്ങി. ഞാൻ ശാഠ്യം പിടിച്ചു. ഇത്തവണ എൻ്റെ അപ്പച്ചിയുടെ പാട്ട് മതി. കിഴക്കു തിമിന തെളിയട്ടെ, പടിഞ്ഞാറത്തമനം തെളിയട്ടെ, വടക്ക് മാവേലി തെളിയട്ടെ, തെക്ക് തേനാനി തെളിയട്ടെ, മേലാകായം തെളിയട്ടെ, ചവിട്ടും ഭൂമി തെളിയട്ടെ, ഈരേഴു 14 ലോകം തെളിയട്ടെ. ഞാനത് ഉറക്കെ പാടി. എൻ്റെ ദേഹത്തിലുണ്ടായ മുറിവുകളെല്ലാം ഓരോ വരിയിലും അതിൻ്റെ താളത്തിലും സുഖപ്പെടുന്നത് തമ്പുരാട്ടി അത്ഭുതത്തോടെ നോക്കി നിന്നു. കസവ് തുന്നിയ പുടവ മേൽപോട്ടുയർത്തി അത്രയും കാലം ഒളിപ്പിച്ചു വച്ച ആ വലിയ സ്നേഹത്തെ വലം കൈയാൽ പുറത്തേക്കെടുത്ത് അവർ എനിക്കു നേരെ നീട്ടി. കറുപ്പു വലയമുള്ള അതിൻ്റെ കണ്ണിൽ നിന്നും പാലിറ്റുന്നത് ഞാൻ കണ്ടു. അതിലൊരു തുള്ളി എൻ്റെ ചുണ്ടിലേക്ക് അവർ വീഴ്ത്തി. ഞാൻ കണ്ണു തുറന്നു. നടന്നതെല്ലാം പാപ്പനോട് പറയണമെന്നുണ്ട്. പാപ്പനിൽ നിന്നും എനിക്ക് ചിലതെല്ലാം അറിയാനുമുണ്ട്. എനിക്കതിനുള്ള സമയവും ഇരുത്തവും വന്നതുപോലെ. തമ്പുരാട്ടിയുടെ മടിയിൽ നിന്നെഴുന്നേറ്റ് ഞാൻ ഊരിലേക്ക് നടന്നു. പാപ്പൻ്റെ പട്ടികൾ എന്നെ കണ്ട് ഉച്ചത്തിൽ കുരയ്ക്കുന്നുണ്ടായിരുന്നു. വഴിയരികിലെ മരച്ചില്ലകളെയെല്ലാം കാറ്റ് വല്ലാതെ ഉലച്ചുകൊണ്ടിരുന്നു.
മലയിറങ്ങി വരാറുള്ള വെളിച്ചം മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് വരുന്നത് ഞാൻ കണ്ടു. മുറ്റത്തെ ചാരം വീണു തുടങ്ങിയ കനലും കടന്ന് ഞാൻ പാപ്പന്റെ വാതിലിൽ മുട്ടി. അപ്പോൾ അകത്തുനിന്ന് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരൊച്ച കേട്ടു. കുഞ്ഞേ, നീ ഇപ്പോൾ ഏതു കാലത്തിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്? നമുക്കേതു കാലവും ഒരുപോലെയല്ലേ പാപ്പ? എനിക്കപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നിയത്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ. നന്ദി.